സ്റ്റാർട്ട് ചെയ്യുന്ന രീതി കാണിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടില്ല. വന്ന് റെഡി. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ വാപ്പ് ചെയ്യുന്നതാണ് നമ്മളുടെ പ്ലാറ്റ്ഫോമിന്റെ നെയിം. ഒഫീഷ്യൽ മെറ്റ ടെക് പ്രൊവൈഡേഴ്സ് ആണ്. നമ്മൾ ഡയറക്റ്റ്ലി മെറ്റയിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്ത് വെരിഫൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ പാനലിന്റെ ആക്സസ് കിട്ടുന്നത്. കംപ്ലീറ്റ്ലി ഒഫീഷ്യൽ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു രീതിയിലുള്ള ബാനോ ബ്ലോക്സോ കാര്യങ്ങളോ ഇതിനകത്ത് വരത്തില്ല. ഓക്കെ, പിന്നെ അപ് ടു 1 lakh മെസ്സേജസ് വരെ നിങ്ങൾക്ക് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഈ 1 lakh എന്ന് പറയുന്നത് വൺ ഷോട്ട് ആണോ, ഡേ ആണോ, വീക്കിലി ആണോ, മന്ത്ലി ആണോ, എന്താണ് ഉദ്ദേശിക്കുന്നത്? വൺ ഷോട്ടിൽ പോകും, ഒറ്റയടിക്ക് പോകും. ഇതിന് ഇതിന് 4 ടിയേഴ്സ് ആണ്. ഇതിന് ആദ്യം 1000 മെസ്സേജസ് തരും, അതിനുശേഷം 10,000 മെസ്സേജസ് തരും, അതിനുശേഷം 1 lakh മെസ്സേജസ് തരും. ഓക്കെ, ആദ്യം 1000, പിന്നെ 10,000, പിന്നെ 1 lakh അല്ലേ? അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആവും. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെബ്സൈറ്റ്, കമ്പനി രജിസ്ട്രേഷൻ, GST, ഒരു ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ, അതുപോലെ തന്നെ ഒരു ക്രെഡിറ്റ് കാർഡ്, വെബ്സൈറ്റ്, ഇത്രയും കാര്യങ്ങൾ മതി. ഈ 3 ഡീറ്റെയിൽസ് മതി നമുക്ക്. GST ഉണ്ടല്ലോ അല്ലെ? ഓക്കെ, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ബിസിനസ് അക്കൗണ്ട് വേണം മെറ്റയില്. ഫേസ്ബുക്കിനകത്ത് നമ്മൾക്ക് ഒരു പേജ് ഉണ്ടായിരിക്കുമല്ലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളിൽ കൂടാതെ നമുക്ക് ഫേസ്ബുക്കിനകത്ത് ഒരു ബിസിനസ് അക്കൗണ്ടും കൂടെ മസ്റ്റ് ആയിട്ടും വേണം. ബിസിനസ് അക്കൗണ്ട് ഇൻ ദ സെൻസ് മെറ്റയിൽ ക്രിയേറ്റ് ചെയ്യണം. ഫേസ്ബുക്ക് പേജോ പ്രൊഫൈലോ അല്ല, നമ്മൾ സെപ്പറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബിസിനസ് അക്കൗണ്ട്സ്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരാം, അത് പ്രോബ്ലം ഇല്ല. ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കണക്ട് ക്രിയേറ്റ് ചെയ്ത് തരാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ വെബ്സൈറ്റ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റഗ്രേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ വാപ്പി കണക്ട് നമ്മൾ എന്ത് ചെയ്യണം, സൈൻ അപ്പ് ചെയ്യണം. ഇതിനകത്ത് കയറിയിട്ട് ഞാൻ ലിങ്ക് അയച്ചു തരാം, സൈൻ അപ്പ് ചെയ്യാനുള്ള ലിങ്ക് അയച്ചു തരാം. ഒരു യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ട് സൈൻ അപ്പ് ചെയ്യാം. ആഫ്റ്റർ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യും. ഇന്റഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പാനലുകൾ ആക്സസ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജിങ് ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അയക്കേണ്ടത് ട്രെയിനിങ് തരുന്നത്. ഓക്കെ, നിങ്ങൾ തന്നെ തരും അല്ലേ? നിങ്ങൾ തന്നെ തരും. ഇത് ഇന്ന് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ്. അത് ജസ്റ്റ് ട്രയൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒരു 3 നമ്പേഴ്സിലേക്ക് മാത്രമേ അയച്ചിട്ടുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ 3 കാണിക്കുന്നത്. ക്യാമ്പയിൻസ് നമ്മൾ എത്ര ക്യാമ്പയിൻ ചെയ്തു, 2 ക്യാമ്പയിൻ ചെയ്തു, എത്ര പേർക്ക് അയച്ചു, 3 പേർക്ക് അയച്ചു. നമ്മൾ ഓൾറെഡി അവരൊരു ഫ്രീ ടെംപ്ലേറ്റ് തരുന്നുണ്ട്, ആ ടെംപ്ലേറ്റ് ആണത്. പിന്നെ കോൺടാക്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. കോൺടാക്ട്സ് ആഡ് ചെയ്തത് 6 കോൺടാക്ട്സ് ഇതിൽ ആഡ് ചെയ്തത്. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ്സ് ആയിട്ടാണ് ആഡ് ചെയ്യുക. ഓക്കെ, ഓരോ കോൺടാക്ട് ഗ്രൂപ്പ്സ് ആയിട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. അതും CSV ഫോർമാറ്റിലാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനൊക്കെ ട്രെയിനിങ് നിങ്ങൾ തരുമല്ലേ? ഇതെല്ലാം ഞങ്ങൾ തരും. അത് നിങ്ങളെ കണക്ട് ചെയ്തതിനു ശേഷം ട്രെയിനിങ് തരും. പിന്നെ നിങ്ങൾക്ക് അയച്ചിരിക്കുന്ന ചാറ്റ് ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ നോക്കി കാണാൻ പറ്റും. ചാറ്റ്, ക്യാമ്പയിൻ, ഫ്ലോസ്, ഏജൻസ്, വെബ് വിഡ്ജറ്റ്സ്, AI ബോട്ട്, കോൺടാക്ട്, ടെംപ്ലേറ്റ്സ്, ദെൻ ബോട്ട്സ്, API. ഇത്രയാണ് നമുക്ക് നോർമലി ഇതിനകത്ത് വരുന്നത്. അപ്പം ചാറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര ചാറ്റ് നമ്മൾ ചെയ്തു, എത്ര പേര് റെസ്പോണ്ട് ചെയ്തു ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടെങ്കിൽ ന്യൂലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ മെസ്സേജസ് ഇവിടെ കാണാൻ പറ്റും, റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ തൊട്ടതാണ് ക്യാമ്പയിൻസ് എന്ന് പറയുന്നതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഹലോ വേൾഡ് എന്ന് പറയുന്നത് ഓൾറെഡി മെറ്റ തരുന്ന ഒരു ട്രയൽ വേർഷൻ ആണ്. ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റ തരുന്ന ഒരു സാമ്പിൾ ആണത്. അപ്പോൾ ഇപ്പൊ ഇവിടെ നമ്മൾ സെൻഡ് ന്യൂ ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ തന്നെ പാനലിന് ഒരു പേര് കൊടുക്കാം. എന്താണോ ക്യാമ്പയിന് ഒരു പേര് കൊടുക്കാം. ജസ്റ്റ് ട്രയൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ദെൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ്സ്, നിങ്ങൾക്ക് ഒരു 4-5 പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ 4-5 പ്രൊഡക്ട്സിന്റെ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇവിടെ കാണും. ഹലോ വേൾഡ് എന്ന് പറയുന്നത് മെറ്റ തന്നെ തരുന്ന ഒരു ട്രയൽ ടെംപ്ലേറ്റ് ആണ്. ഓക്കെ, പിന്നെ തൊട്ട് താഴെ നിങ്ങൾക്ക് കോൺടാക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ സെൻഡ് ടു ഓൾ കോൺടാക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഗ്രൂപ്പ്സ് ഒന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് വരുന്നത്. ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോ ഗ്രൂപ്പിൽ 100 നമ്പേഴ്സ് കൊടുത്തിട്ട് അങ്ങനെ ചൂസ് ചെയ്യാം. പിന്നെ ഇത് ഷെഡ്യൂൾ ടൈം, ഇപ്പൊ നാളേക്കാണ് നിങ്ങൾക്ക് ക്യാമ്പയിൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ ടൈമും ഡേറ്റും കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നാളെ പോകും, നാളത്തെ ടൈമിലേക്ക് പോകും. മനസ്സിലായോ? ഇതൊന്നും ഇല്ല. ഇപ്പൊ ലൈവ് ആയിട്ട് അയക്കണമെങ്കിൽ ഇതൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് അപ്ലൈ കൊടുക്കുക. ആ ടെംപ്ലേറ്റ് ഇവിടെ ഓൾറെഡി വരും. ടെംപ്ലേറ്റ് ഇത് ജസ്റ്റ് നോർമൽ ടെംപ്ലേറ്റ് ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ ടെംപ്ലേറ്റ് അല്ലാതെ അതിന് തൊട്ട് താഴെ നിങ്ങൾക്ക് ഫ്ലോസ് വേണം, ഏജൻസ് വേണം, വിഡ്ജറ്റ്സ് വേണം, കോൺടാക്ട് വേണം. ഇതിന്റെ തൊട്ട് താഴെ ടെംപ്ലേറ്റ്സ് വേണം. ടെംപ്ലേറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ടെംപ്ലേറ്റിന് ഒരു പേര് കൊടുക്കുക. ക്യാമ്പയിൻ ആണെന്നോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആണെന്നോ പേര് കൊടുക്കുക. മാർക്കറ്റിംഗ് ടെംപ്ലേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും PDF വീഡിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം.
അപ്പം അയക്കാനുള്ള ടെംപ്ലേറ്റ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഉം. ഓക്കെ, ഉം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഉം. ഞാനൊരു ഇമേജ് കൊടുത്തു. ഉം. എനിക്ക് അതിന്റെ താഴെ കണ്ടന്റ് കൊടുക്കണം. ഉം. ആ, ഞാൻ എന്ത് ചെയ്തു, താഴെ കണ്ടന്റിൽ പേസ്റ്റ് ചെയ്തു. ഉം. ആ, അതിന്റെ താഴെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ കമ്പനിയുടെ പേര് കൊടുത്തു, ഉം. ഫോട്ടോയിലെ കമ്പനിയുടെ പേര് കൊടുത്തു. ദെൻ നമുക്കിവിടെ ക്വിക്ക് റിപ്ലൈ ഓപ്ഷൻ ഉണ്ട്, ഓട്ടോ റെസ്പോണ്ടർ. അതിന്റെ താഴെ 3 ബട്ടൺസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഉം. ഓക്കെ, അതായത് ഇതിലുണ്ടോ ഇവിടെ നമുക്ക് 3 ബട്ടൺസ് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ബട്ടൺ ടെസ്റ്റ്, വിസിറ്റേഴ്സ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലാൻഡിംഗ് പേജ് കൊടുക്കാം. ഉം. നമ്മുടെ ഏത് വെബ്സൈറ്റ് വേണം കൊടുക്കാം അല്ലേ? ആ, ഇവിടെ നമുക്ക് ലാൻഡിംഗ് പേജ് കൊടുക്കാം. ഉം. ആപ്പിന്റെ API ആണോ അതോ നമ്മുടെ വെബ്സൈറ്റ് ആണോ? വെബ്സൈറ്റ്. ആ. ഇത് ഞാനിപ്പോ ജസ്റ്റ് കൊടുക്കുന്നതാ, ഞാൻ ജസ്റ്റ് ആ. ഒരു സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നതാ. ഓക്കെ. പിന്നെ അതുപോലെ ഇവിടെ കോളിന്റെ അവിടെ കൺട്രി കോഡും പേസ്റ്റ് ചെയ്യുക, ഉം. നമ്പറും പേസ്റ്റ് ചെയ്യുക. ഉം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്കോളേഴ്സ് നമ്മൾ കൊടുത്ത ഇമേജ് അതിന്റെ കണ്ടന്റ് ഉം. ആയിട്ട് ഒരുമിച്ച് വരും ഇവിടെ. ഓക്കെ. നിങ്ങൾക്ക് ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യാം അല്ലേ? ഇങ്ങനെയാണ് ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യുന്നത്. ഉം. പിന്നെ ഇത് ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ബോൾഡ് ആക്കാം. അതെല്ലാം ചെയ്യാം അല്ലേ? അതെ. എന്തെങ്കിലും കോഡ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. ഉം. പിന്നെ എന്തെങ്കിലും വേരിയബിൾസ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഉം. കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓരോ നെയിം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഇത് ഈ ടൂനകത്ത് നിങ്ങൾക്ക് നെയിം ആണ് കൊടുക്കുന്നതെങ്കിൽ CSV എക്സലില് ആ ഒരു നെയിം എന്താണോ അത് അവിടെ വരും. ഡിയർ സർ എന്ന് പറയുന്നത് സാറിന്റെ പേര് എന്താണോ അവിടെ എക്സലിൽ ഉള്ളത് അത് അവിടെ വരും. ഉം. അതാണ് വേരിയബിൾ. ഉം. അത് ചിലപ്പോൾ ലൊക്കേഷൻ ആവാം, ലൊക്കേഷൻ കൊടുക്കാം, പേര് കൊടുക്കാം, ഇമെയിൽ ID കൊടുക്കാം, നമ്പർ കൊടുക്കാം, എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ. അപ്പൊ അത് എന്ത് ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്? ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ പേര് കിട്ടാൻ വേണ്ടിയിട്ടാ? അതാണോ? ഇതിന്റെ പേര് കിട്ടാൻ വേണ്ടിയിട്ട്. യെസ്. ആ. ഇൻഡിവിജ്വൽ പേരിൽ ആളുടെ ഇപ്പൊ ഡിയർ, ഞാനിവിടെ ഡിയർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിൾസ് കൊടുക്കണം. ഉം. 3 എടുത്തിട്ട് ഞാൻ ഇവിടെ ഇട്ടു. ഉം. അപ്പൊ എക്സലിൽ 3 എന്താണോ വരുന്നത് അത് അവിടെ വരും. ഓക്കെ. Okay. ഇൻസ്പെക്ടർ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മളിപ്പം ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ അത്രയും പേരുടെ പേര് കൊടുക്കൽ നടക്കില്ലല്ലോ? ഇല്ല, പേര് കൊടുക്കണ്ട. പേര് കൊടുക്കാതെ ജസ്റ്റ് ഡിയർ സർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ. മനസ്സിലായോ? ശരി. ഇങ്ങനെയാണ് ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്തതായിട്ട് ഫ്ലോ ക്രിയേഷൻ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഫ്ലോ, ഈ ചാറ്റ് ഫ്ലോ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഇപ്പം സപ്പോസ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിൽ തന്നെ ഹായ് മുതൽ എൻഡ് ഓഫ് ദ പേയ്മെന്റ് ലിങ്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതെ. ആ ഒരു ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഈ ഫ്ലോ നമ്മൾ ഫ്ലോ കൊടുക്കണം. ജസ്റ്റ് ഹായ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇൻട്രോ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലോ കൊടുക്കും. അതിൽ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം, ഫ്ലോ ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് ഫ്ലോ മേക്കർ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഇത് വെൽക്കം എന്തായി, ഫ്ലോ ക്രിയേറ്റ് ആയി. റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫ്ലോ ക്രിയേറ്റ് ആവും.
ഇതിങ്ങനെ 4 ഫ്ലോ ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യണം. ഓക്കെ, ഇത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫ്ലോർ. ഓക്കെ, അതെങ്ങനെ വേണ്ടതെന്നുള്ളതിന്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ മേക്ക് ചെയ്ത് തരാം. ഓക്കെ, ഇതിൽ ഞാൻ ഇതിൽ മൗസ് ഡ്രാഗ് ചെയ്യാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, എനിക്ക് ബേസിക് കോൺസെപ്റ്റ് പറഞ്ഞാൽ മതി. നമ്മൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത സെക്കൻഡ് ഏതാണ് നമ്മൾ കൊടുത്തത് അത് വരും. അത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സർവീസസ് ആണെങ്കിൽ സർവീസസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതാണോ പർട്ടിക്കുലർ സർവീസ് അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കും. ഇനി ആ സർവീസസിനകത്ത് എത്ര എണ്ണം വരുന്നുണ്ടെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ഇവിടെ ഓരോന്നോരോന്നായിട്ട് കൊടുക്കും. അവസാനം ഒരു പേയ്മെന്റ് കൊടുക്കും, അല്ലെങ്കിൽ കോൾ ടു ടോക്ക് ടു എക്സ്പേർട്ടും കൊടുക്കും. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഈ സാധാരണ ഈ ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അല്ലേ? അതെ, ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ. അത് ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? ബോട്ട്സ് ഉണ്ടോ? അത് വേറെയാണോ? അത് സെപ്പറേറ്റ്ലി ഉണ്ട്. ഇത് ചാറ്റ് ഫ്ലോ ക്രിയേഷൻ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ അത് തമ്മിൽ ഡിഫറൻസ് എന്താണ്? ഫ്ലോ ക്രിയേഷനിൽ നമുക്ക് എന്താണ് ബട്ടൺസ് വരും. ഓരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ചാറ്റ് എന്ന് പറയുമ്പോൾ കറസ്പോണ്ടൻസ് ആയിട്ടുള്ള കീവേഡ്സ് ആണ് പോകുന്നത്, അവർക്ക് വേർഡ്സ് ആണ് പോകുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഹായ് കൊടുത്തു കഴിഞ്ഞാൽ ഹായ്ക്ക് വേണ്ടിയിട്ടുള്ള കീവേഡ് ഇവിടെ സെറ്റ് ചെയ്യാം. ഏതെങ്കിലും പർട്ടിക്കുലർ ടെംപ്ലേറ്റിൽ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ആ ടെംപ്ലേറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഹായ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ മെസ്സേജ് ട്രിഗർ ചെയ്യുമ്പോൾ ഹായിന് കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് എത്ര ബോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിടാം. അതിനുള്ളതാണ് ഈ ഒരു ചാറ്റ് ഓപ്ഷൻ. പിന്നെ AI യൂസ് ചെയ്യാറില്ല. AI ബോട്ട് നമുക്ക് AI വെച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അത് ചാറ്റ് GPT ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നോർമലി ചാറ്റ് GPT എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അതേപോലെ റെസ്പോണ്ട് ചെയ്യും. ഇതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ മാനുവലി തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. മനസ്സിലായി? ഈ സർവീസ് അവൈലബിൾ ആണോ? നമുക്ക് ആക്സസ് ചെയ്യാവോ AI ബോട്ട്? ഓഫ് കോഴ്സ് AI ബോട്ട് അവൈലബിൾ ആണ്, ആക്സസ് ചെയ്യാം. അത് ഇവിടെ പഠിക്കണമായിരിക്കും. കോൺഫിഗറേഷൻ ചെയ്തിട്ട് ഓൺ ആക്കിയാൽ മതി. ഇനി നിങ്ങൾക്ക് സപ്പോസ് ഒരു 3-4 സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർക്ക് ഇൻഡിവിജ്വലി ഇതിനകത്ത് കയറിയിട്ട് ക്യാമ്പയിൻ സെറ്റ് ചെയ്ത് അയക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആഡ് ന്യൂ ഏജന്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാഫിന് ഓരോ യൂസർ ആയിട്ട് പാസ്വേഡ് ബ്രേക്ക് കൊടുക്കാം. അവർക്ക് സെപ്പറേറ്റ് ഡാഷ്ബോർഡിലായിരിക്കും. സാറിന് ഇവിടെ നിന്ന് ഈ ഡാഷ്ബോർഡിൽ എല്ലാവരുടെയും ക്യാമ്പയിൻസ് ഇതിനകത്ത് നിന്ന് വാച്ച് ചെയ്യും. എത്ര ഏജന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്? 5 ഏജന്റ് വരെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, റൈറ്റ്. അപ്പോ അതാണ് ഈ ഒരു ഓപ്ഷൻ. അങ്ങനെയാണ് ഇത്രയും ഓപ്ഷൻസ് ഇതിനകത്ത് വരുന്നത്. പിന്നെ വിഡ്ജറ്റ്സ് ആണ്. വിഡ്ജറ്റ്സ് നോർമലി നമുക്ക് ടെംപ്ലേറ്റിന്റെ ഒരു വേറൊരു വേർഷൻ എല്ലാം കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. അതെവിടെ വരും? അത് ഇൻട്രൊഡക്ഷനിൽ വരും, ഇൻട്രോയിൽ വരും. നമ്മുടെ ആൾക്കാർ ഇപ്പൊ ചാറ്റ് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതുപോലെ വരുമോ? അതിനകത്ത് വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം, ഒരു ഹെഡർ ടെസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ സബ്ജക്ട് ഉണ്ടായിരിക്കും, പിന്നെ കമ്പനിയുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. അത് കഴിഞ്ഞ് വാട്സ്ആപ്പിന്റെ കൊടുക്കാം. ഓക്കെ, പിന്നെ കൂടുതലും ചാറ്റ് വിത്ത് ബട്ടൺ ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് എന്താണോ അത് കൊടുക്കാം. ബട്ടൺ കളർ കൊടുക്കാം. ഒരു ബേസിക് ടെംപ്ലേറ്റ് ഒരു ബ്രോഷർ പെട്ടെന്ന് ഒരാൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ചിട്ട് യൂസ് ചെയ്യാം. എന്തെങ്കിലും പ്രൊഡക്റ്റിന്റെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തോ. ഇത് നിങ്ങൾ ആരും ചെയ്ത് കൊടുത്തതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്ത് എനിക്കൊന്ന് സാമ്പിൾ കാണാൻ പറ്റുമോ? കാരണം ഞാൻ ഇതിനകത്തൊക്കെ പുതിയൊരു ന്യൂകമർ ഇൻ ദിസ് ടെക്നോളജി. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് മോർ ഇൻഫർമേഷൻ. അതല്ലേ, ഇതിൽ ഇന്നിപ്പോ ഇന്റഗ്രേറ്റ് ചെയ്താണ് ഞാൻ. ഇനി ബാക്കി എല്ലാവരും നമ്മൾ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ പാസ്വേഡ് ചേഞ്ച് ചെയ്യും. പിന്നെ നമുക്ക് അതിന് ആക്സസ് ഉണ്ടായിരിക്കില്ല. ഇത് ഇന്ന് ഇന്റഗ്രേറ്റ് ചെയ്തോണ്ടാണ് ഫ്രഷ് ആയിട്ട് കാണിച്ചത്. വേറെ വീഡിയോസ് ഒക്കെ ഉണ്ട് വിഷ്ണുവിന്റെ കയ്യിൽ. ഈ മറ്റേ വിഡ്ജറ്റ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നത്, ചാറ്റ് എങ്ങനെ വരുന്നൊക്കെയുള്ള വല്ല ഷോർട്ട് വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ ഡെമോ എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഞാൻ ഓൾറെഡി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു നമ്പറിൽ ഞാൻ കയറി നോക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനിയിപ്പോ നമ്മളിത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് വിഷ്ണു ആയിരിക്കും നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് തരുന്നത്, അതോ നമ്മൾ സ്വന്തം ചെയ്യണോ? ഇല്ല, ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാം. നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്താണ് നമ്മളെല്ലാം പിന്നെ ബാക്കി റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്യാൻ നോക്കണം. അത് കഴിഞ്ഞൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളൂ. പ്രോസസ് ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് എത്ര നാളാണോ? ഒരു ദിവസമാണോ ട്രെയിനിങ്? ഒരു 1 ഡേ അതിലേക്ക് തീരും. ശരി.
ഓക്കെ, റൈറ്റ്. പിന്നെ വേറെ എന്താണ് ട്രാൻസ്ലേഷൻ, ആപ്സ്, സൈറ്റ് സെറ്റ്, അതൊക്കെ എന്താണ് പ്രൈസ് പ്ലാൻസ്? ഓക്കെ, എന്താണ് ലാൻഡിംഗ് പേജ്? ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വേറുള്ളത് വേറെ അറിയേണ്ട കാര്യം എന്താണ്? API, അത് ഇന്റഗ്രേഷൻ അല്ലെ മറ്റു സോഫ്റ്റ്വെയർസുമായിട്ട്? അതെ, API നിങ്ങൾക്ക് ഇതിനകത്ത് ഓൾറെഡി APIയുടെ ഇൻഫർമേഷൻസ് ഇതിനകത്ത് കിട്ടും. ടോക്കൺ ആക്സസും പിന്നെ APIയും ഇതിന്റെ എൻഡ് പോയിന്റ് ഡൊമൈനും ടോക്കൺ ആക്സസും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അതെല്ലാം കോഡാണ് വേണ്ടതെങ്കിൽ ഡോക്യുമെന്റേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് കിട്ടും. അന്ന് തുടക്കത്തിൽ ഞാൻ സോഫ്റ്റ്വെയർസ് വിളിച്ചപ്പോൾ ഒരു ഐഡി പറഞ്ഞായിരുന്നു ഇതിനകത്ത് CRM മൊത്തമുള്ള സാധനങ്ങൾ വരുമെന്ന്, കസ്റ്റമർ മാനേജ്മെന്റ് ഒക്കെ. അതെങ്ങനെ ഇതിനകത്ത് വരുന്നത്? ലീഡ് മാനേജ്മെന്റ് ഒക്കെ കണക്ട് ചെയ്യാം എന്നായിരിക്കും പറഞ്ഞത്. CRM ആയിട്ട് കണക്ട് ചെയ്യാനുള്ള CRM ഇതിന്റെ കൂടെ ഇല്ല. ഓക്കെ, അപ്പൊ ഇത് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? ഈ APIയിലാണ് കണക്ട് ചെയ്യുന്നത്. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഞാൻ വേറെ ഏതെങ്കിലും CRM വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും API വഴിയായിട്ട്? എല്ലാം കണക്ട് ചെയ്യുന്നത് ഈ ആക്സസ് ടോക്കൺ ബാക്ക് എൻഡിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം, കണക്ട് ചെയ്യാം. അങ്ങനെല്ലാം തേർഡ് പാർട്ടി ടൂൾസ് എല്ലാം കണക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പം മെറ്റ ആയതുകൊണ്ട് എനിക്ക് ഈ ഇൻസ്റ്റയിലും FBയിലൊക്കെ വരുന്ന ലീഡ് എനിക്ക് ഇവിടുന്ന് മാനേജ് ചെയ്യാൻ പറ്റില്ല. അത് ആ സംവിധാനമില്ല. FBയിലും ഇൻസ്റ്റയിലും വരുന്ന ലീഡ്സ് നേരെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും, ചാറ്റിലേക്ക് കൊണ്ടുവരാൻ. API കണക്ട് ചെയ്താൽ API കണക്ട് ചെയ്താൽ മതി. നെറ്റിലേക്ക് വരുന്ന ഡയറക്റ്റ് വരുന്ന മെസ്സേജ് ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലയന്റ് എന്താണോ ഹായാണോ ആദ്യം അയക്കുന്നത്, ഹായ്ക്ക് ഒരു ചാറ്റ് ബോട്ട് ക്ലിക്ക് ചെയ്യുക, ഒരു ഫ്ലോ കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി നമ്മളില്ലെങ്കിലും ആ ഫ്ലോ വർക്ക് ചെയ്തോണ്ടിരിക്കും. അല്ല, അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? FBയിൽ ഇൻസ്റ്റയിൽ നമ്മൾ ഈ API അതെങ്ങനെയാണ് അത് ചെയ്യുക? അത് ബാക്ക് എൻഡിൽ തന്നെ ചെയ്യണം. അത് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് ഉണ്ടോ? ഇല്ല, ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അല്ലേ, ബാക്ക് എൻഡിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ APIയുടെ ആക്സസ് ഉണ്ടല്ലോ, API ഉണ്ടല്ലോ, അത് നിങ്ങളുടെ മെറ്റയില് ബിസിനസ് സെറ്റിംഗ്സിനകത്ത് അസറ്റില് പോയിട്ട് നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അസറ്റിനകത്ത് ബിസിനസ് സെറ്റിംഗ്സിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ APIയുടെ ലിങ്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് മറ്റേ ബിസിനസ് മാനേജർ ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്താണോ? ബിസിനസ് മാനേജറിനകത്താണോ ചെയ്യുന്നത്? ബിസിനസ് മാനേജറിനകത്താണ് ചെയ്യുന്നത്. ഈ API അവിടെ കൊണ്ടുവരുന്നത് ആ ലീഡ്സ് എല്ലാം ഇതിലേക്ക് ഡയറക്റ്റ് ആക്സസ് ആവും. എന്തായിരുന്നു പ്രോഡക്റ്റ്? നമ്മള് ബേസിക്കലി ഞാൻ ഈ IELTS OET ഇങ്ങനെയുള്ള കോഴ്സുകൾ അറിയാം, എക്സാം അറിയാം, വിദേശത്തേക്ക് പോകുന്നത്. ഓക്കെ, ഞാൻ IELTSന്റെ OETയുടെ സർട്ടിഫൈഡ് ട്രെയിനറാണ്. വേൾഡ് റാങ്കിങ്ങിൽ തന്നെ വരുന്നതാണ്. എനിക്ക് എൻ്റെ സ്വന്തം അക്കാഡമിയാണ്. ഞാനൊരു 15 വർഷമായി ഫീൽഡിൽ. പിന്നെ സ്വന്തം നമ്മുടെ ആപ്പ്, യൂട്യൂബ് ചാനൽ, FB എല്ലാം ഉണ്ട്. വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ് നമ്മൾ. ഇപ്പം കോഴ്സ് ക്രിയേഷന് ഞാൻ അവരുടെ അപ്രൂവ്ഡ് ട്രെയിനറാണ്. വേൾഡിൽ കുറച്ച് ആൾക്കാർ അതിൽ വരുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. പിന്നെ എനിക്ക് സ്റ്റഡി അബ്രോഡ് ഉണ്ട്. ബേസിക്കലി ഇതാണ്. ഇപ്പൊ മനസ്സിലായില്ല വിഷ്ണു? നമ്മുടെ പ്രൊഡക്റ്റ് കോച്ചിങ് ആണ്. അപ്പം അങ്ങനെയാണ് ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? കിട്ടി. പക്ഷെ നിങ്ങളുടെ തുറന്ന സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഞാൻ കാര്യങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഓക്കെ, റൈറ്റ്. സെയിം നമ്മുടെ പ്രൈസ് പ്ലാൻസ് പറഞ്ഞേ. അന്ന് 1800 പറഞ്ഞല്ലേ? ഇത് 1 ഇയറിലേക്ക് വരുന്നത് 7500 ആണ് ആനുവൽ കോസ്റ്റ്. 7,500 ആണ് 1 ഇയർ. ഓക്കെ, പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് അഡീഷണൽ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റയുടെ കോൺവെർസേഷൻ കോസ്റ്റ് ആണ്. ഓക്കെ, അതിൽ നമ്മൾ പ്രൊമോഷണൽ ആക്ടിവിറ്റി, നമ്മൾ പ്രൊമോഷണൽ മെസ്സേജസ് അയക്കുമ്പോൾ ഓരോ മെസ്സേജിനും 0.72 ഫീൽസ് ആണ്, 0.72 പൈസയാണ് കോസ്റ്റ് വരുന്നത്. പിന്നെ ക്ലയന്റ് ഇങ്ങോട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്ന മെസ്സേജിന് 30 പൈസയാണ് വരുന്നത്. നമ്മൾ അങ്ങോട്ട് അയക്കുന്ന ക്ലയന്റ് ഇങ്ങോട്ട് അയക്കുന്നത് 30 പൈസ. ക്ലയന്റ് ഇങ്ങോട്ട് അയക്കുന്ന മെസ്സേജസ് എല്ലാ മന്തിലും 1000 മെസ്സേജസ് ഫ്രീ ആണ്. അങ്ങോട്ട് അയക്കുന്നതല്ല, ഇങ്ങോട്ട് വരുന്നതാണ്. അതെ, അങ്ങോട്ട് അയക്കുന്ന മെസ്സേജസ് 24 അവേഴ്സിലേക്കാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങോട്ട് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ 72 പൈസ കട്ടാവുകയും ചെയ്യും. അത് 24 അവേഴ്സിലേക്ക് നിങ്ങൾക്ക് എത്ര ചാറ്റ് വേണമെങ്കിലും കോൺവെർസേഷൻ വേണമെങ്കിലും നടത്താം ആ ചാറ്റ് ആയിട്ട്. ഇനിയിപ്പോ 100 മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഈ 100 മെസ്സേജിൽ 50 പേര് കണ്ടില്ല. 50 പേര് നാളെയാണ് കാണുന്നത്. ഓക്കെ, 24 മണിക്കൂറിന് ശേഷമായിട്ടാണ് അവർ കാണുന്നത് മെസ്സേജ് എങ്കിൽ അവർ ഇങ്ങോട്ട് അയക്കുന്ന മെസ്സേജസ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. പിന്നെ റിപ്ലൈ വരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് അയക്കുന്ന മെസ്സേജസ് 1000 എണ്ണം ഫ്രീ ആണ്. 1000 എണ്ണം കഴിഞ്ഞാൽ മാത്രമേ 30 പൈസ കോൺവെർസേഷൻ വരത്തുള്ളൂ. ഇങ്ങനെയാണ് കോപ്പിംഗ് വരുന്നത്. ഇതിനകത്ത് മന്ത്ലി പ്ലാൻസ് ഒന്നുമില്ല, അല്ല ഇയർലി മാത്രമാണോ? മന്ത്ലി